നമുക്ക് ഒരു സൈഡ് ബാങ്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ ലെവലിൽ നിന്നും ഒരു വി ഷേപ്പ് നമ്മൾ എടുക്കുക. അതിനുശേഷം നമുക്ക് എന്തുമാത്രം മുടിയാണോ നമ്മളുടെ സൈഡ് ബാങ്കിൽ വേണ്ടത് അതിനനുസരിച്ചുള്ള മുടി ഇതിലേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏത് സൈഡിലേക്കാണോ നമുക്ക് സൈഡ് ബാങ്ക് വേണ്ടത് ആ ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം ചിന്നിന് താഴെയായിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ചിന്നിന് മുകളിൽ കിടക്കണമെങ്കിൽ ആ ലെവലിൽ വെച്ച് കട്ട് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെങ്ത് എന്താണെന്നുള്ളത് ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മൾ ഒരു ലെവലിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. യൂണിഫോം ആയിട്ട് നമ്മളൊരു ലെവലിലാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മളുടെ ഹെയർ ആ ഒരു വി ഷേപ്പിലുള്ള ആ ഒരു ഹെയർ നമ്മൾ സൈഡിലേക്ക് വെച്ച് നോക്കുന്നു. അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ നമുക്ക് ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ആദ്യം കുറച്ച് താഴെ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുകളിലേക്ക് കട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് മുകളിൽ നിന്നേ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു കറക്ഷൻ വരുത്തുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ. സോ അത് കാരണം നമ്മളത് വെട്ടി അവസാനം ഒന്നും ഇല്ലാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് നമ്മളത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പം നമ്മളതൊരു സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തു. ഇനി നിങ്ങളുടെ ബാങ്ക് ഏത് സൈഡിലേക്കാണോ വേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിങ്ങളുടെ ഹെയറിനെ കൊണ്ടുവരിക. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലാണ് നമ്മളുടെ സൈഡ് ബാങ്ക് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഹെയറിനെ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സിഗ്സാഗ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ സൈഡ് ബാങ്ക് ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? ഇത് ഈസി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണു. സോ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു സിമ്പിൾ ഹെയർ കട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം നോക്കാം. നമുക്കറിയാം, ഇപ്പം നമ്മൾ പാർലറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റേറ്റാണ്. ഒരു ഇച്ചിരി മുടി ഉണ്ടെങ്കിലും അത് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. സോ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു തിൻ ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്കത് മുതലാവില്ല. അതുകൊണ്ട് നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളുടെ ഹെയറിലെ ചെടയൊക്കെ നന്നായിട്ട് കളയുക. ഒട്ടും തന്നെ ചെട പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ലെവലിൽ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മുടി നമ്മളുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് അത് കോംബ് ചെയ്ത് നമ്മളുടെ നെറ്റിയുടെ ആ ഒരു നടുഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ബാൻഡ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളൊന്ന് ടൈ ചെയ്തെടുത്തു. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ലെവലിൽ വെച്ചാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത്, അതായത് നമുക്ക് ആ അറ്റം ആ സ്പ്ലിറ്റൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയേണ്ടത്, അതിന് കുറച്ച് മുകളിൽ വെച്ചിട്ട് വീണ്ടും ഒരു ബാൻഡ് എടുത്തിട്ട് അതവിടെ നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഹെയറിൽ ആക്ച്വലി ഒരു ലെയർ കട്ട് പോലെ ഒരു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ആക്ച്വലി ബാൻഡ് കെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചും മുടി അതിൽ നിന്ന് വിട്ടുപോരുന്നുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ആ ഒരു പല ലെവലിലാണത് കട്ട് ചെയ്ത് കിടക്കുന്നത്. പക്ഷെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് ഇപ്പം ആക്ച്വലി ആ സ്പ്ലിറ്റൻസ് മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ടൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ലാസ്റ്റ് പോർഷൻ മാത്രം നമുക്ക് എവിടെ വെച്ചാണോ കട്ട് ചെയ്യേണ്ടത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് ലെങ്ത്തിലൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കട്ട് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരേ ലെവലിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളിപ്പം സൈഡ് ബാങ്ക് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഒരു സിക്സാഗ് ആയിട്ടൊരു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ,
അതേപോലൊരു കട്ടും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ആ ഒരു ലെവൽ കറക്റ്റായി എന്നുള്ളത് ആദ്യം തന്നെ ഉറപ്പ് വരുത്തുക. തിരക്ക് പിടിച്ചൊന്നും ചെയ്യണ്ട, വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്താൽ മതി. കാരണം വൃത്തിയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം പാറ്റ കറണ്ട പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് സിഗ്സാഗ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി കുറച്ചൊരു കേളി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആക്ച്വലി ഇതൊരു ലെവലിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ലെവലിൽ കട്ട് ചെയ്താലും ഇത് നമ്മൾ അഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുടി നന്നായിട്ടൊന്ന് കെട്ടിക്കഴിയുമ്പം ഒരു യു ഷേപ്പിലാണ് കേട്ടോ കിടക്കുക. സോ ഇപ്പം നല്ല ലെവലിലായി നമ്മൾ സിക്സാഗായിട്ടും കട്ട് ചെയ്തു. ഇനി നമുക്കത് മാറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ എങ്ങനെയാണ് മുടി കെട്ടുന്നത് ആ രീതിയിൽ നമുക്ക് കെട്ടി നോക്കാം. അപ്പം ഇതാണ് നമ്മളുടെ ഹെയർ കട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്കൊരു പോണിറ്റെയിൽ കെട്ടി നോക്കുമ്പം നമുക്കൊരു യു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈഡ് ബാങ്ക്സും ചെയ്തു, ഹെയർ കട്ടും ചെയ്തു. എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മളുടെ മുടിവെട്ടലും കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സൈഡ് ബാങ്ക്സും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു. സോ ഇതിനു വേണ്ടി ഒന്നും നമുക്കിനി പാർലറിൽ പോയിട്ട് വെറുതെ പൈസ മുടക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ ഒത്തിരി മുടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വളരെ കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. ആൻഡ് കീപ് സപ്പോർട്ടിങ്.